വടക്കൻ കേരളത്തിൽ തീപാറുന്ന പോരാട്ടം നടക്കുന്ന ശ്രദ്ധേയമായ മറ്റൊരു മണ്ഡലമാണ് വടകര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വടകര ഇടതുപക്ഷത്തെ സംബന്ധിച്ച് CPM-നെയൊക്കെ സംബന്ധിച്ച് അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രം ONGM ഒക്കെ അടങ്ങുന്ന മേഖലയാണ്. പക്ഷെ പിന്നീട് നമുക്കറിയാം അതേ CPM-കാർ തന്നെ ഒരു കാലത്ത് ഒരുമിച്ച് നടന്ന TP ചന്ദ്രശേഖരൻ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പാർട്ടിയോട് അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി പിന്നീട് പുറത്തു പോകുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് TP ചന്ദ്രശേഖരനെ CPM-ന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ അരുംകൊല ചെയ്യുന്നത്. അതോടുകൂടി പിന്നീട് അവിടെ RMP എന്ന പുതിയ പാർട്ടി TP ചന്ദ്രശേഖരന്റെ ലെഗസി ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം മുന്നോട്ട് വെക്കുന്ന കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള മറ്റൊരു പാർട്ടി അവിടെ രൂപപ്പെടുന്നു. അതോടുകൂടി അവിടെ CPM-ന് കാലിടറുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P ജയരാജൻ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജൻ അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം പോലും വടകരയിൽ ഉണ്ടായി. അവിടെ UDF വിജയിക്കുന്നു. കഴിഞ്ഞ തവണ K മുരളീധരനാണ് അവിടെ വിജയിച്ചത്. എന്തായാലും വടകരയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പ്രചരണം കൊഴുത്തതോടെ ശക്തമായ പോരാട്ടമാണ് മൂന്ന് മുന്നണികളും മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. തങ്ങളുടെ പരമ്പരാഗത മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഷാഫി പറമ്പിലിനെ രംഗത്തിറക്കിയാണ് കോൺഗ്രസ് മറുപടി കൊടുത്തത്. അതേസമയം ഇരു മുന്നണികളോടും പോരാടി മണ്ഡലത്തിൽ താമര വിരിയിക്കാനാണ് NDA സ്ഥാനാർത്ഥിയും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനുമായ പ്രഫുൽ കൃഷ്ണന്റെ നീക്കം. കോഴിക്കോട് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ 2 നിയോജക മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. കഴിഞ്ഞ 15 വർഷമായി മണ്ഡലം നിലനിർത്തി പോരുന്ന കോൺഗ്രസ് പക്ഷേ ഇക്കുറി മണ്ഡലം നിലനിർത്താൻ ഇറക്കിയിരിക്കുന്നത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായത് പാലക്കാട് MLA ഷാഫി പറമ്പിൽ. ഇടതുപക്ഷമാവട്ടെ പരമ്പരാഗതമായ തങ്ങളുടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കളത്തിലിറക്കിയിരിക്കുന്നത് കൂത്തുപറമ്പ് MLA KK ശൈലജയെയും. ആ തരത്തിൽ കേരളത്തിലെ 2 MLA-മാർ നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമെന്ന പ്രശസ്തി കൂടിയുണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിന്. ഈ 2 മുന്നണികളോടും കൂടി പോരടിക്കാൻ വേണ്ടി NDA രംഗത്തിറക്കിയിരിക്കുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായ പ്രഫുൽ കൃഷ്ണയാണ്. ഇന്ന് ഈ 3 സ്ഥാനാർത്ഥികളുടെയും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് നമ്മളുടെ സഞ്ചാരം. ഞങ്ങളെത്തുമ്പോൾ വടകര MES കോളേജിലെ വിദ്യാർത്ഥികളോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. 2009 മുതൽ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ് വടകര. കഴിഞ്ഞ 3 തവണയും കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങിയത് മുതിർന്ന നേതാക്കൾ തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് പാർട്ടിയുടെ യുവരക്തമായ ഷാഫി പറമ്പിലിനെയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വടകര ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിത്വമായിരുന്നു താങ്കളുടെ സ്ഥാനാർത്ഥിത്വം. ആ സർപ്രൈസ് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള വിശ്വാസം ഇപ്പോൾ ഉണ്ട്. എനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാനും തീരെ പ്രതീക്ഷിച്ചിട്ടോ അങ്ങനെ ലോക്സഭയിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനം അത് തീർച്ചയായിട്ടും അംഗീകരിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ വരുമ്പോൾ പാലക്കാട് നിന്ന് പെട്ടെന്ന് പോരുമ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. നമ്മൾ പാലക്കാടോട്ട് അങ്ങനെ കണക്റ്റഡായി നിൽക്കുമായിരുന്നല്ലോ. പക്ഷേ ഇതിൻ്റെ തീരുമാനത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലായി. പക്ഷെ വടകര വന്ന് ഇറങ്ങിയ സെക്കൻഡ് തൊട്ടിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ വടകര എന്താ പറയുക ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടും എനർജിയാണ് തരുന്നത്. TPയെ പറ്റി ഞങ്ങൾ പറയുന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ അതിൻ്റെ നിയമ പോരാട്ടങ്ങളിലുമാണ്. ഇപ്പോൾ KK രമയും RMPയും കൊടുത്ത കേസാണ് ഇപ്പോൾ ഒടുവിൽ അത് ഡിസ്കഷന് കാരണമായി മാറുന്നത്. അപ്പോൾ അത് സംശയങ്ങൾക്കിടയില്ലാത്ത പദം അതൊരു പൊളിറ്റിക്കൽ മർഡറാണ് എന്ന് കോടതി തന്നെ ഇപ്പോൾ വിധിയിലൂടെ വീണ്ടും പ്രസ്താവിച്ചിരിക്കുകയാണ്. അവരുടെ ശിക്ഷ ഇരട്ടിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ അത് പറയരുത് എന്ന് പറയുന്നതിനകത്തുള്ളൊരു കുഴപ്പം, ഒരാളെ അങ്ങനെ അങ്ങ് കൊന്നാൽ 1 2 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ് പിന്നെ അങ്ങ് നിർത്തിയേക്കണം, എന്നിട്ട് പിന്നെ അടുത്ത ആളെ ഞങ്ങൾ പിന്നെ കൊന്നോളാം എന്നുള്ളൊരു ലൈനല്ലേ. തീർച്ചയായും മണ്ഡലം വീണ്ടും ഉറപ്പിച്ച് കോൺഗ്രസിനോട് കൂടെ തന്നെ നിർത്തും എന്നാണ് ഷാഫി പറമ്പിലിന്റെ വിശ്വാസം. കൊയിലാണ്ടിയിലെ മൂച്ചുകുന്ന് പ്രദേശത്തെ പ്രചാരണ ചൂടിലാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഇത്തവണ ഉറപ്പായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എനിക്ക് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഏത് തരത്തിലായിരിക്കും വികസനങ്ങൾ ടീച്ചർ വടകരയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാർഷിക പ്രശ്നമാണ്. കാർഷിക മേഖലയിൽ കുറ്റ്യാടി പോലുള്ള മേഖലകളൊക്കെ ഉണ്ട്. അതോടൊപ്പം വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. അപ്പോൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മേഖലകളാണ്. അതിൽ കേരളം മാത്രം വിചാരിച്ച് ചെയ്യേണ്ടതല്ല, കേന്ദ്ര ഗവൺമെൻറ്റാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടേ മതിയാവുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി നേടിയെടുക്കാൻ
ഞാൻ പരിശ്രമിക്കുമെന്നുള്ളതാണ്. 5 വർഷം ഞാൻ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നല്ലോ. എന്ത് വലിയ മാറ്റമാണ് ആ മേഖലയിൽ ഉണ്ടായത് എന്നുള്ളത് ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അങ്ങനെ വിലയിരുത്തിയാൽ അതും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. പൊതുവെയിലിനെ അവഗണിച്ചുകൊണ്ട് വടകര കോടതിയിലെ ജീവനക്കാരോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ. ഇടത് വലത് മുന്നണികളോട് പോരടിക്കാൻ NDA വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത് BJPയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയും യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയാണ്. വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. NDAക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെ വടകരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളുടെ കൺവെൻഷൻ ഉണ്ടായിട്ടുള്ള ജനപങ്കാളിത്തം, അതുമായി ബന്ധപ്പെട്ട് നടന്ന റോഡ് ഷോയിൽ ഉണ്ടായിട്ടുള്ള പങ്കാളിത്തം, അതൊക്കെ അതിനുള്ള തെളിവാണ്. ഈ വികസനം പറഞ്ഞാൽ NDAയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ UDFനും LDFനും മനസ്സിലായി. അതുകൊണ്ടാണ് നിലവാരമില്ലാത്ത വർഗീയ പ്രചരണമാണ് ഇപ്പോൾ LDFും UDFും അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ CAയുടെ പേരിൽ, പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ആട്ടി ഓടിക്കുന്നതാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. വെല്ലുവിളിക്കുന്നു. ഇവിടെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് വോട്ട് പിടിക്കാൻ LDFനും UDFനും ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വെല്ലുവിളിക്കുക. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയല്ലേ. ഇവിടെ CAയുടെ പേരിൽ ഏത് മുസ്ലിമിനാണ് ഇവിടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഇന്ത്യ മഹാരാജ്യത്തെ ഒരൊറ്റ മുസ്ലിം പൗരന് പോലും ഇവിടെ പൗരത്വം നഷ്ടപ്പെടുക. എന്നിരിക്കെ ഇവിടുത്തെ മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരാണ്. എല്ലാവരും ആട്ടി ഓടിക്കാൻ പോവുകയാണ്. ഇന്നത്തെ രീതിയിലുള്ള പ്രചരണങ്ങൾ അതിന് ഇന്ത്യ മഹാരാജ്യം കൊടുക്കേണ്ടി വരുന്ന വില കനത്തതാണ്. ഈ പാർലമെന്റിലേക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഏത് തലത്തിലായിരിക്കും വടകരയുടെ വികസന കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ കൊണ്ടുവരുന്നത്? വടകരയുടെ ടൂറിസം സാധ്യതകൾ അനന്തമാണ്. കാപ്പാട് മുതൽ കാപ്പാട് ബീച്ച്, തിക്കോടി ബീച്ച്, പയ്യോളി ബീച്ച്, വടകര മിനി ഗോവ. ഗോവ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനം നിൽക്കുന്നത് ടൂറിസം കൊണ്ട് മാത്രമാണ്, ഇല്ലേ? അതുപോലെ പ്രയോജനപ്പെടുത്താൻ പറ്റിയ സ്ഥലമാണ് മിനി ഗോവ എന്ന് പറയുന്ന വടകരയുടെ മണ്ഡലത്തിലെ സ്ഥലം. അവിടെയൊന്നും ഒന്നും നടപ്പില്ല. സാൻഡ് ബാങ്ക്സ് ഉണ്ട്, തിക്കോടി ഡ്രൈവിംഗ് ബീച്ചുണ്ട്, തലശ്ശേരി ബീച്ചുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബീച്ചുകൾ മാത്രം മതി. വടകരയെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റാൻ ഈ ബീച്ചുകൾ മാത്രം മതി. എന്തായാലും ഇത്തവണ മണ്ഡലത്തിൽ പോരാട്ടം കനക്കുമെന്ന് ഉറപ്പാണ്. ഇടതുപക്ഷം തങ്ങളുടെ പരമ്പരാഗത മണ്ഡലം തിരിച്ചുപിടിക്കുകയോ കോൺഗ്രസ് കഴിഞ്ഞ 15 വർഷത്തെ വിജയം ആവർത്തിക്കുകയോ അതോ മണ്ഡലത്തിൽ ഇനി താമര വിരികുകയാണോ ചെയ്യുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ക്യാമറാമാൻ പ്രസോദിനോടൊപ്പം ആനന്ദ് പുതൂർ, ജനം.